ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് ആണ് ഗൈസ്. അതായത് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ സിലബസ് എത്രത്തോളം നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പഠിക്കുന്ന ആളുകൾക്ക് ഓരോ ടോപ്പിക്കൊന്നും എത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും തന്നിട്ടുള്ള ഒരു ഭാഗം. അതിൽ നമുക്ക് ജനറൽ നോളജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം എടുക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ജോഗ്രഫി പഠിക്കാനുണ്ട്, എക്കണോമിക്സ് പഠിക്കാനുണ്ട്, സിവിക്സ് പഠിക്കാനുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് ആ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ബേസിക് കമ്പ്യൂട്ടർ പഠിക്കാനുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാനുണ്ട്. സെക്കൻഡ് ആയിട്ട് വരുന്നത് സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് ആണ്. നാലാമത് റീജിയണൽ ലാംഗ്വേജ്, നമുക്ക് മലയാളമായിരിക്കും. ഇത്രയും ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് 100 മാർക്കിന് ഉണ്ടാവുക. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇനി ഇതിൽ ഓരോന്നും എങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹിസ്റ്ററിയിൽ നിന്നും 10 മാർക്കിനാണ്. കണ്ടോ, ഹിസ്റ്ററിയിൽ നിന്നും 10 മാർക്കിനാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഹിസ്റ്ററിയുടെ ഡീറ്റെയിൽഡ് സിലബസ് നമ്മൾ ഇതിന്റെ താഴോട്ട് പറയാൻ പോവുകയാണ്. അപ്പൊ ഹിസ്റ്ററിയിൽ നിന്നും 10 മാർക്കാണ് ഉണ്ടാവുക. ജോഗ്രഫിയിൽ നിന്നും 5 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും. എക്കണോമിക്സ് ഭാഗത്തു നിന്നായിട്ട് 5 മാർക്ക്, സിവിക്സിൽ നിന്നും 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും 5 മാർക്ക്, ദെൻ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ് ഭാഗത്ത് നിന്ന് 10 മാർക്കിന് ചോദ്യം വേണം. അപ്പൊ ഇവിടെ 10 മാർക്കിന്റെ ചോദ്യം വന്നു, ഇവിടെ 10 മാർക്കിന് ചോദ്യം വന്നു. ദെൻ ബേസിക് കമ്പ്യൂട്ടർ ഭാഗത്ത് നിന്ന് 5 മാർക്കിന് ചോദ്യം ഉണ്ടാവും. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും 5 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരിക്കും. ദെൻ ഈ ഒരു ഭാഗം നോക്കൂ, സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് നിന്നും 20 മാർക്കിന്റെ ചോദ്യമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് 20 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജ്, അതായത് നമുക്ക് മലയാളം ആയതുകൊണ്ട് അവിടെ നിന്നൊരു 10 മാർക്കിന്റെ ചോദ്യം. അപ്പൊ ഈ ഒരു 3 ഭാഗം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 50 മാർക്കാണ്. നോക്കി നോക്കൂ, 20 മാർക്ക് മാത്സ്, 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് 10 മാർക്ക് മലയാളം. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 50 മാർക്കാണ്. പിന്നെ ഒരു 10 മാർക്കിന്റെ ഹിസ്റ്ററിയും 10 മാർക്കിന്റെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ് എന്ന് പറഞ്ഞ ഭാഗവും കൂടിയാണെങ്കിൽ 70 മാർക്ക്. അത്രയും മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് 70 മാർക്ക് കിട്ടും. അല്ലെങ്കിലും എങ്ങനെ പഠിക്കുന്ന ആളുകളാണെങ്കിലും ഈ ഒരു 3 ഭാഗം നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇതിന്ന് പറ്റാവുന്ന ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു തീർക്കുക. നിങ്ങൾ പഠിക്കുന്ന ഭാഗങ്ങൾ ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും പഠിച്ചു വെക്കുക. അതൊന്ന് പിന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് അത്യാവശ്യം പ്രിലിംസ് കയറാനുള്ള മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത സിലബസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിനെ പരിചയപ്പെടാൻ പോവാണ്. ഹിസ്റ്ററി 10 മാർക്കിനാണ്. ഹിസ്റ്ററിയിൽ നിന്നും നമുക്ക് മാർക്ക് 10 മാർക്കിനാണ് ചോദിക്കുക എന്ന് പറഞ്ഞു. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് കേരള ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാനുണ്ട്, വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്. ക്ലിയർ? ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാത്തിനും കൂടി ഈ 3 ഹിസ്റ്ററിന്നും കൂടിയിട്ട് നമുക്ക് 10 മാർക്കിനാണ് ഉണ്ടാവുക. പക്ഷെ ഇതിൽ ഏറ്റവും എളുപ്പം പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ 3rd ടോപ്പിക്കാണ്, അതായത് വേൾഡ് ഹിസ്റ്ററി. അവിടെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്, അതായത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ വിപ്ലവം, അതുപോലെ ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് റെവല്യൂഷൻ. ഇത്രയും ഭാഗങ്ങള് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ്. പഠിച്ചാൽ അതൊന്ന് മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യില്ല. ഓക്കെ, ദെൻ പിന്നെ പഠിക്കാനുള്ളത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലെ അതും മറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും. അപ്പൊ ഈ ഒരു ടോപ്പിക്കാണ് നമുക്ക് ആദ്യം
പഠിച്ചു തീർക്കാൻ നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് വളരെ കുറച്ചുള്ളപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസും വരും. ദെൻ അടുത്തതായിട്ട് നിങ്ങൾ പോകേണ്ടത് ഫസ്റ്റ് ടോപ്പിക്കിലേക്കാണ്, കേരള ഹിസ്റ്ററി. അവിടെ തുടങ്ങുന്നത് തന്നെ യൂറോപ്യൻസിന്റെ അറൈവൽ. യൂറോപ്യൻസ് കേരളത്തിലേക്ക് വരുന്ന ഭാഗം മുതലാണ് നമുക്ക് പഠിക്കാനുള്ള. പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, അങ്ങനെ ഒരുപാട് ആളുകൾ, അവസാനം ബ്രിട്ടീഷുകാരുടെ വരവും ഇതൊക്കെ പറ്റി പറയുന്ന അറൈവൽ ഓഫ് യൂറോപ്യൻസും അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്നുമാണ് എന്ത് തുടങ്ങുന്നത്, കേരള ഹിസ്റ്ററി തുടങ്ങുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ട്രാവൻകൂറിലെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള ആ 12 ആളുകളുടെ ഭരണകാലഘട്ടവും അവരുടെ കോൺട്രിബ്യൂഷൻസും അവർ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. നെക്സ്റ്റ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ്. കേരളത്തിലെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെന്റ്സുകള്, അതോടൊപ്പം തന്നെ റിനൈസൻസ് ലീഡേഴ്സുകളും അവരുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പഠിക്കണം. ദെൻ നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, അതുപോലെ തന്നെ ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, അതുപോലെ യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, അതായത് ഐക്യ കേരള പ്രസ്ഥാനം, അതിന്റെ പൊളിറ്റിക്കൽ, അതുപോലെ തന്നെ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956, 1956 ശേഷമുള്ള കേരളത്തിലെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി. അപ്പൊ അതും വളരെ എളുപ്പമുള്ളതാണ്. ഇതിൽ ഭൂരിഭാഗം ഭാഗങ്ങളും എല്ലാവരും, അതായത് PSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പഠിച്ചു തീർത്ത ഭാഗങ്ങൾ തന്നെയായിരിക്കും. അതിൽ യുണൈറ്റഡ് കേരള, ഐക്യ കേരള പ്രസ്ഥാനം, പിന്നെ ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1956, അതൊക്കെയാവും വല്ലാണ്ട് പഠിച്ച് അങ്ങനെ തകൃതിയായിട്ട് പഠിച്ചിട്ടില്ലാത്ത ടോപ്പിക്കുകൾ ഒരു പക്ഷേ ചില ആളുകൾക്ക്. ബാക്കിയൊക്കെ എല്ലാവരും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് മധ്യകാല ഇന്ത്യൻ ഹിസ്റ്ററി മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിക്കാനുണ്ട്, അവിടെ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, കോൺട്രിബ്യൂഷൻസുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, അതുപോലെ ബ്രിട്ടീഷിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 അല്ലെ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, പിന്നെ ഫോർമേഷൻ ഓഫ് INCയുടെ ഫോർമേഷൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്, അതുപോലെ സ്വദേശി മൂവ്മെന്റ്സ്, പിന്നെ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സുകള്, ന്യൂസ് പേപ്പേഴ്സുകള്, ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്, അതുപോലെ മഹാത്മാഗാന്ധി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, അതായത് തീവ്രവാദ കാലഘട്ടങ്ങളൊക്കെ അല്ലേ, ആ ഭാഗങ്ങള്, പിന്നെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്, സ്റ്റേറ്റിന്റെ റീഓർഗനൈസേഷൻ, ഫസൽ അലി കമ്മീഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ HN ഗുൻസ്ട്രോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ ഭാഗങ്ങള്, പിന്നെ സയൻസിന്റെ ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്, എഡ്യൂക്കേഷൻ, ടെക്നോളജി, ഫോറിൻ പോളിസീസ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951, ഇത്രയും ഭാഗം പഠിച്ചാൽ നമ്മളുടെ എന്താ പറയും ഇന്ത്യൻ ഹിസ്റ്ററി കഴിയും. നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടത്, ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് എടുക്കുക, ആ ടോപ്പിക്കിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിച്ചു തീർക്കുക, അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തത് ജോഗ്രഫിയാണ് പഠിക്കാനുള്ളത്. ജോഗ്രഫി 5 മാർക്കിനാണ് പഠിക്കാനുള്ളത്. ഹിസ്റ്ററി പഠിച്ച പോലെ തന്നെ നമുക്ക് ഇവിടെ 3 ഭാഗമായിട്ടാണ് ജോഗ്രഫിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ബേസിക് ജോഗ്രഫി പഠിക്കാനുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനുണ്ട്, കേരള ജോഗ്രഫി പഠിക്കാനുണ്ട്. ഇതും നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഫസ്റ്റ് ബേസിക് ജോഗ്രഫി പഠിക്കുന്നതായിരിക്കും എളുപ്പം. കാരണം ബേസിക് ജോഗ്രഫിയില് എർത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. മാന്റില്, കോർ എന്നൊക്കെ പറഞ്ഞിട്ട് എർത്തിന്റെ കുറെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ എളുപ്പമുള്ള ഭാഗങ്ങളാണ്, അത് വേഗം പഠിച്ചു തീർക്കുക. അറ്റ്മോസ്ഫിയർ, റോക്സ്, അതുപോലെ തന്നെ ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ്സുകള്, വിൻസ്, ടെമ്പറേച്ചർ, സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, അതായത് സീസൺസ് ഒക്കെ വരെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഗ്ലോബൽ ഇഷ്യൂസുകൾ നോക്കി നോക്കുക. പിന്നെ ഗ്ലോബൽ വാർമിങ്ങിനായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങള്, വാരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻസ്, മാപ്സ്, അതായത് ബേസിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 10th അല്ലെങ്കിൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് തന്നെ പഠിച്ച ബേസിക് ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ടോപ്പോഗ്രാഫിക് മാപ്സ്, സയൻസ്, റിമോട്ട് സെൻസിങ്, ജോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം GIS ഇല്ലേ, അത് ഓഷ്യൻസ് ആൻഡ് ഇറ്റ്സ് വാരിയസ് മൂവ്മെന്റ്സ്, പിന്നെ കോണ്ടിനെന്റ്സ്, വേൾഡ് നേഷൻസ് ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക്കേഷൻസ്. വേൾഡ് നേഷൻസിലേക്കൊക്കെ പോകണോന്ന് ആലോചിച്ചിട്ട് മതിട്ടോ, കാരണം അതൊക്കെ പെട്ടെന്ന് തീരുമോ എന്നറിയില്ല. എന്നാലും ബേസിക് ജോഗ്രഫിയിൽ കുറേ ഭാഗങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് പഠിച്ചു തീർത്താൽ നേരെ നിങ്ങൾ വരേണ്ടത് 3rd ടോപ്പിക്കിലേക്കാണ്, കേരള ജോഗ്രഫി. അതായത് അത് നമുക്ക് എളുപ്പം പഠിച്ചു തീർക്കാൻ പറ്റും, കാരണം അവിടെ വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. ഫിസിയോഗ്രഫി, പിന്നെ ഡിസ്ട്രിക്റ്റ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്,
അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെന്റേഴ്സ്, മിനറൽസ്, ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് പഠിക്കേണ്ടത്? ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് പോകേണ്ടത്. കേരള ജോഗ്രഫിയിൽ പഠിച്ച അതേ പാറ്റേണിൽ തന്നെയാണ് ഇന്ത്യൻ ജോഗ്രഫി വരുന്നത്. ഫിസിയോഗ്രഫി പഠിക്കുന്ന കുഴപ്പമുണ്ടാവില്ല, പക്ഷേ സ്റ്റേറ്റിലേക്ക് പോവാതിരിക്കുകയായിരിക്കും നല്ലത്. പിന്നെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ഇല്ലേ, നമ്മുടെ ഹിമാലയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഹിമാലയത്തിൽ വരുന്ന അതിന്റെ ഡിവിഷൻസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിന്, അതിന്റെ അതായത് ഹിമാലയത്തിന്റെ താഴെ വരുന്ന ഒരു നോർത്തേൺ പ്ലെയിൻ ഏരിയാസ്, ദെൻ പെനിസുലാർ പ്ലാറ്റ്യൂവിനെ കുറിച്ചിട്ടും, കോസ്റ്റൽ പ്ലെയിന്, ക്ലൈമറ്റ്, ഇതൊക്കെ എളുപ്പമുള്ള ഭാഗങ്ങളാണ്. നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചറൽ, മിനറൽസ്, ഇൻഡസ്ട്രി, ഈ ഭാഗങ്ങളൊക്കെ കുറച്ച് ടഫായിരിക്കും. ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ജോഗ്രഫിയുടെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് എക്കണോമിക്സ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ജോഗ്രഫിയിൽ ടഫുള്ള ആളുകൾ നേരെ എക്കണോമിക്സ് ആദ്യം പഠിച്ചു തീർക്കുക. കാരണം എക്കണോമിക്സ് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് ഭാഗങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഫസ്റ്റ് ടോപ്പിക് നാഷണൽ ഇൻകം, അത് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. ദെൻ നെക്സ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം, ഇതൊക്കെ വളരെ എളുപ്പമുള്ള ഭാഗങ്ങളാണ്. ദെൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് ഇല്ലേ, അതായത് 5 ഇയർ പ്ലാൻസ് റിലേറ്റ് ചെയ്ത് അതിന്റെ തുടക്കം മുതലുള്ള കുറച്ച് ഹിസ്റ്ററീസ്. ഇപ്പോൾ 5 ഇയർ പ്ലാൻസ് ഇല്ല, പകരം നീതി ആയോഗാണ്. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, അത് ടൈപ്സ്, ഫങ്ഷൻസ് ആൻഡ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർവ് ബാങ്കിനെ കുറിച്ച് പഠിക്കാണ്ട്, അതിന്റെ ഫങ്ഷൻസ് പഠിക്കാണ്ട്. ദെൻ പബ്ലിക് റവന്യൂ, ടാക്സ്, നോൺ ടാക്സ് റവന്യൂ, അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസിക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടാണ് ആദ്യം പഠിക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ 10th ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ അപ്ഗ്രേഡ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് സിവിക്സ്. എക്കണോമിക്സ് പോലെ തന്നെ സിവിക്സും പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. അതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, ഇന്ത്യൻ സിവിൽ സർവീസ്, അതുപോലെ സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇ ഗവർണൻസ്, ഇൻഫോർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, ലോക്പാല്, ലോകായുക്ത, ഗവൺമെന്റിന്റെ തന്നെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞ ഭാഗം. പിന്നെ ഇലക്ഷനും അതിന്റെ പൊളിറ്റിക്കൽ പാർട്ടീസും, ഹ്യൂമൻ റൈറ്റ് ഇല്ലേ, അതും ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ്, ആക്ട്സ്, റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെന്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ്, ലാൻഡ് റീഫോംസ്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചൈൽഡ്, അതായത് കുട്ടികളും സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, വയസ്സായ ആളുകളെ റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുമായി പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ്. ഇത്രയും കാര്യങ്ങളാണ് സിവിക്സ്. അപ്പോൾ സിവിക്സും എക്കണോമിക്സും ഒക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ ജോഗ്രഫി ഒക്കെ പഠിച്ചു തീർക്കണേക്കാൾ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം വൈഡായിട്ട് പഠിക്കാനില്ല ഈ ഭാഗത്തൊന്നും. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്ന ടോപ്പിക്കാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വളരെ നന്നായിട്ട് നമ്മൾ ഇവിടെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. പ്രിയാമ്പിളിന്റെയും ക്ലാസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഫണ്ടമെന്റൽ റൈറ്റ് മുതൽ നമ്മൾ പഠിച്ചില്ല, പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, ഇതുവരെയുള്ള ഭാഗം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. അതായത് പഠിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നമുക്ക് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സുകളാണ്. കാരണം ഒത്തിരി അമെൻമെന്റ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ ഇയറും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. പക്ഷെ ഇതുവരെയുള്ള ഭാഗം വളരെ ക്ലിയർ ആയിട്ടും എല്ലാം ഓർത്തു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ അത് വേഗം പഠിച്ചു തീർത്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സിലേക്ക് കടക്കുക. പഞ്ചായത്ത് രാജ് നല്ലൊരു ടോപ്പിക്കാണ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദയർ ഫങ്ഷൻസ്, അതൊന്നും വളരെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളെ അല്ല. അതുപോലെ എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതൊക്കെ വളരെ വളരെ എളുപ്പമുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എക്കണോമിക്സ്, അതുപോലെ തന്നെ സിവിക്സ്, അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് മൂന്നും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്ലസ് നിങ്ങൾ മാത്സും മലയാളവും ഇംഗ്ലീഷും കൂടി പഠിച്ച ഒരു 50 മാർക്ക്, രണ്ടും കൂടിയായി തന്നെ 75 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എക്സാം പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവര് നിങ്ങൾ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുക വെച്ചാൽ ബുദ്ധിപരമായിട്ട് അതിനെ നേരിടണം. ഇത് കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. 10 മാർക്ക് ഉണ്ട്. ഇതിനകത്ത് പറയുന്ന ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. അതിൽ ഫസ്റ്റ് പറയുന്നത് ആർട്സ്, അതായത്
കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകള്, വീട്, ഉത്ഭവം, വ്യാപനം, പരിശീലനം, അങ്ങനത്തെ പ്രശസ്തമായുള്ള സ്ഥലങ്ങള്, സ്ഥാപനങ്ങള്, വ്യക്തികള്, കലാകാരന്മാര്, പ്രശസ്തമായ എഴുത്തുകാര്, ഇതൊക്കെയാണ് ആ ഭാഗത്ത് വരുന്നത്. കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. പിന്നെ കായികത്തിലേക്ക് വരുമ്പോ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെയും ലോകത്തിലൊക്കെ പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചുള്ള ബഹുമതികൾ, ഇതൊക്കെ കടക്കുമ്പോൾ കുറച്ച് ടഫായിരിക്കും കേട്ടോ. പിന്നെ പ്രധാന അവാർഡുകള്, അവാർഡ് ജേതാക്കള്, ഓരോ അവാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങള്, ട്രോഫികള്, പ്രധാന കായിക ഇനങ്ങള്, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങള്, പിന്നെ ഒളിമ്പിക്സ്, അതിന്റെ അടിസ്ഥാന വിവരങ്ങള്, വേദികള്, പ്രശസ്ത. ഈ ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഒരു കറണ്ട് അഫെയറുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സാഹിത്യം, പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങള്, ആദ്യ കൃതികള്, കർത്താക്കള്, അതുപോലെ തന്നെ പ്രധാന എഴുത്തുകാര്, തൂലികാനാമങ്ങള്, അപരനാമങ്ങള്, പ്രധാന കഥാപാത്രങ്ങളും കൃതികളും, പ്രശസ്തമായ വരികളും കൃതികളും എഴുത്തുകാരും, മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭ തുടക്കം. ഈ ഒരു സാഹിത്യ മേഖല ഒന്ന് പഠിച്ചാൽ വേഗം തീർക്കാവുന്ന ഭാഗമേ ഉള്ളൂ. പിന്നെ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന സ്ഥലങ്ങളും പ്രശസ്തമായ ഉത്സവങ്ങളും, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, ഇതും നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ഭാഗം പഠിക്കാനൊക്കെ പറ്റും, ഈ കായികവും കലയൊക്കെ, പക്ഷെ അത് കുറച്ച് കൂടുതലാണ്. അപ്പൊ അതിന്ന് കറണ്ട് അഫെയറുമായിട്ട് വരുന്ന ഭാഗങ്ങൾ പഠിക്കാം. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. കമ്പ്യൂട്ടർ സയൻസിൽ ഫസ്റ്റ് പഠിക്കാനുള്ള ഹാർഡ്വെയറുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇൻപുട്ട് പഠിക്കാണ്ട്, ഔട്ട്പുട്ട് പഠിക്കാണ്ട്, മെമ്മറി ഡിവൈസസ് പഠിക്കാണ്ട്. അപ്പൊ ഇൻപുട്ട് ഡിവൈസസ് കുറച്ചധികം ഡിവൈസസുകൾ നമുക്ക് പഠിക്കാനുണ്ട്, അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസസുകളും കുറച്ച് അധികം പഠിക്കാണ്ട്. പിന്നെ അതിൽ ഓരോ ആളുകളും കണ്ടുപിടുത്തങ്ങളും അവരുടെ പേരും സയന്റിസ്റ്റിന്റെ പേരും ഒക്കെ ആ ഭാഗത്ത് പഠിക്കാണ്ട്. ദെൻ മെമ്മറി ഡിവൈസസുകൾ, അതിന്റെ എക്സാമ്പിൾസ്, ഇതൊക്കെ വേഗം വേഗം പഠിച്ച് തീർക്കാവുന്നതും മെമ്മറിയിൽ നന്നായി സൂക്ഷിക്കാനും പറ്റുന്ന ഭാഗങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സോഫ്റ്റ്വെയർസുകളെ കുറിച്ച് പഠിക്കാം, അതുപോലെ തന്നെ അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിന്റെ ഫങ്ഷൻസ്, എക്സാമ്പിൾസ്, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ചധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ അതൊക്കെ എളുപ്പമാണ് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ലാന്, വാന്, മാന്, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഡിവൈസസ്, മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റോട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, ഇതൊന്നും എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഇന്റർനെറ്റ്, ഇതൊക്കെ വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഈ കാര്യങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ സയന്റിസ്റ്റുകളെ കുറിച്ചിട്ടും പഠിക്കണം കേട്ടോ, അതിന് പേര് കൊടുത്തത് ആരാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ, ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പഠിച്ച ഒരു മാർക്ക് എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ഭാഗം നന്നായിട്ട് പഠിക്കുക. അപ്പൊ അവിടെ നിന്ന് നമുക്ക് 5 മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇക്കണോമിക്സ്, അതുപോലെ തന്നെ സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ സിവിക്സ്, അതായത് സിവിക്സ് നമ്മൾ പറഞ്ഞു, പ്ലസ് കമ്പ്യൂട്ടർ സയൻസ്, ഇതെല്ലാം കൂടി നമുക്ക് എത്ര മാർക്കായി? 20 മാർക്കായി. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ടഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറച്ച് ടഫാണ്. പക്ഷേ കറണ്ട് അഫെയറുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ വന്നാൽ നമുക്ക് ഒരു പക്ഷേ മാർക്ക് കിട്ടും. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള ഭാഗം എനിക്ക് തോന്നുന്നു സയൻസ്, ഈ ISRO DRDO വരുന്ന ഈ സെക്കൻഡ് ടോപ്പിക് വലിയ കുഴപ്പമില്ലാത്തൊരു ടോപ്പിക്കാണ്. പിന്നെ എനർജി റിക്വയർമെന്റ്, ഈ ഒരു ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള സയൻസിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റിൽ പറയുന്നത്. പിന്നെ എൻവയോൺമെന്റൽ സയൻസും വലിയ കുഴപ്പമില്ല, വായിച്ച മനസ്സിലാക്കാവുന്നതും. അതിൽ കുറച്ച് ടേംസുകളൊക്കെയാണ് പഠിച്ചു വെക്കാനുള്ളത്. സെക്കൻഡ് ടോപ്പിക് കുറച്ച് ടഫാണോ ചോദിച്ചാൽ കുറച്ച് ടഫാണ്. അപ്പൊ അത് നമ്മൾ സാധാ പഠിക്കുന്ന ഒരു സയൻസ് ഒന്നല്ല, അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പറഞ്ഞിട്ട് നമ്മൾ സാധാ PSCക്ക് പഠിക്കുന്ന ഒരു പാറ്റേൺ അല്ല. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ ലെവലിലുള്ള സയൻസ് ആണ്. പക്ഷെ പഠിച്ചെടുക്കാൻ പറ്റുന്നവർ പഠിച്ചെടുത്താൽ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഭാഗമാണ്. ഇനി ഇതാ കിടക്കുന്നു നമ്മുടെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ പാർട്ട് A, B എന്ന് പറഞ്ഞിട്ട് 2 ഭാഗമാണുള്ളത്. Aന്ന് 10 മാർക്കിനും Bന്ന് 10 മാർക്കും, അങ്ങനെ 20 മാർക്കാണ്. അതിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, അതായത് നമ്പേഴ്സ് യൂസ് ചെയ്ത അഡീഷൻ, ഈ ബോർഡ് മാസ് അങ്ങനെയൊക്കെ പറയുന്ന അതിന്റെ ബേസിക് ഓപ്പറേഷൻസുകൾ നമുക്കറിയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു ടോപ്പിക്. പിന്നെ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശ, കൂട്ടുപലിശ, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റുകൾ. ഇതാണ് കുറച്ചും കൂടി ചില ആളുകൾക്ക് ടഫ് ആവാൻ ചാൻസ്, പ്രോഗ്രഷനുകളൊക്കെ. അപ്പൊ അതൊക്കെ എപ്പോഴും PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ ഭാഗമൊക്കെ വളരെ
കോൺഫിഡന്റ് ആയിരിക്കാനാണ് ചാൻസ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്, കാരണം നമ്മളുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഭാഗത്ത് വരെ. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇംഗ്ലീഷ് ഗ്രാമറിനെ സംബന്ധിച്ച് ഓരോരുത്തരെ കപ്പാസിറ്റി പോലെ ഇരിക്കും. ഗ്രാമർ പഠിക്കുമ്പോൾ ടെൻസ് ആദ്യം പഠിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ടെൻസ് പഠിച്ചതിന്റെ ശേഷം ഇതൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓരോരോ ടോപ്പിക്കുകൾ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിച്ചു പോവാം. ഇത് ആദ്യം ടെൻസ് പഠിക്കുക, ദെൻ ആർട്ടിക്കിൾസ് പഠിക്കുക, അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസ് പഠിക്കുക, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച്, അത് എളുപ്പമുള്ള ടോപ്പിക്, അത് പഠിക്കുക. ടാഗ്സ് പഠിക്കുക. അങ്ങനെ എളുപ്പമുള്ളത് ആദ്യം പഠിച്ചു പോവുക. അപ്പൊ എന്താ, എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ തോന്നുന്നത്. ഓരോരുത്തർക്ക് ഓരോ പോലെ ആയിരിക്കും അതിന്റെ ടഫും എളുപ്പമൊക്കെ. അപ്പോൾ അത് അതിനനുസരിച്ച് പഠിക്കുക. ഈ ഭാഗം ഒരുപാട് പഠിക്കാനുള്ള ഭാഗമാണ്. അതിൽ ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ് അത്ര ടഫ് അല്ല, മീൻസ് അതായത് ഒരുപാട് പഠിക്കാനില്ല. പിന്നെ ഫ്രേസൽ വേർബ്സും കുറച്ചും കൂടി തീർക്കാൻ പറ്റും. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കുഴപ്പമില്ല. ഫോറിയൻ വേർഡ്സും ഫ്രേസസും കുഴപ്പമില്ല. കാരണം ആന്റോണിംസും സിനോണിംസും ഒക്കെ കുറച്ച് അധികം പഠിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ വേർഡ് കോമ്പൗണ്ട് വേർഡ്സുകൾ പഠിക്കാം. ഈ ഭാഗവും വലിയ കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെയും കപ്പാസിറ്റിയും അതൊക്കെ അനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം ഓരോന്നും തീർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴേ ഇംഗ്ലീഷും മാത്സും മലയാളവും എന്നും പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. ഇനി മലയാളം നമുക്ക് 10 മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ്. അതായത് ഫസ്റ്റ് പദശുദ്ധി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. പദശുദ്ധിയുടെ 10 ക്ലാസ് നമ്മൾ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു ക്ലാസ് അതിന്റെ PYQ നമ്മൾ ചെയ്തു. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സമാന പദാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ വാക്യശുദ്ധി ഉണ്ട്, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികളും പഴഞ്ചൊല്ലുകളും, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, വചനം, പിരിച്ചെഴുതുക, ഘടകപദം. ഇതിൽ നമ്മൾ സ്ത്രീലിംഗും പുല്ലിംഗും മുമ്പേ ക്ലാസ് ചെയ്തു വെച്ചിട്ടുണ്ട്. വചനത്തിന്റെ ക്ലാസ്സും ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലിയർ. അപ്പൊ ഇത്രയാണ് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസിൽ പറയുന്നത്. തമിഴ് മീഡിയം, കന്നഡയൊക്കെയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് ഈ സിലബസ് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സിലബസ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കയ്യിൽ വെക്കുക. എന്നും എന്ത് ചെയ്യണം, സിലബസ് ബൈ ഹാർട്ട് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്നും നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം, മാത്സ് ഒരു ടോപ്പിക്ക് പഠിക്കുക, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഒരു ടോപ്പിക്ക് പഠിക്കുക, മലയാളത്തിൽ ഒരു ടോപ്പിക്ക് പഠിക്കുക. അപ്പൊ നമുക്ക് ആകെ ഒരു 3 മണിക്കൂർ സമയമാണ് അതിനാവശ്യം വരുള്ളൂ. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതിയ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുക. ഒരു 1 അവറോ അല്ലെങ്കിൽ 1-2 അവറോ എടുത്തിട്ട് നിങ്ങൾ ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കുക. പിന്നെ കിട്ടുന്ന 1 മണിക്കൂർ നിങ്ങളൊരു PYQ ചെയ്ത് നോക്കുക. ഇത്രയാണ് ഇനീഷ്യലി നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഒരു പെർ ഡേ ഒരു 6 അവേഴ്സ് മാക്സിമം പോയി ഒരു 6 അവേഴ്സ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോഴേക്കും നിങ്ങളുടെ അത്യാവശ്യം ടോപ്പിക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. ദെൻ പിന്നെ ഒരു ഏപ്രിൽ അല്ലെങ്കിൽ മെയ്, ജൂൺ ഒക്കെ ആയിട്ടാണ് എക്സാം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾക്ക് ബൾക്കായിട്ട് പഠിച്ചു തീർക്കാനുള്ള ഒരു എനർജി ഉണ്ടാവും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. താല്പര്യമുള്ളവർ, അതായത് ഇതിനു വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ പോസ്റ്റിൽ കയറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം അതിന് പ്രിപ്പയർ ചെയ്താൽ മതി. കാരണം വെറുതെ ടൈം വേസ്റ്റ് ആക്കണേൽ യാതൊരുവിധ കാര്യമില്ല. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ട് അതിനെ കാണാം. ആ ടൈം നിങ്ങൾ അവിടെ ഉപയോഗപ്രദമാക്കുക. എന്നാൽ മാത്രമാണ് നമുക്കൊരു പോസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന പോലെ വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് പോയി എക്സാം എഴുതി വെറുതെ സമയം കളയാന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവാനില്ല. ഇവിടെ നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ അങ്ങനെ ഒരുപാട് അതും ഇതൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നു. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ കാണുക, അല്ലെങ്കിൽ മറ്റു ക്ലാസ്സുകൾ കാണുക. ഏത് ക്ലാസ് കണ്ടാലും നിങ്ങൾ പഠിച്ചാൽ മതി. ഒരുപാട് ക്ലാസ്സുകളും അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമോ ഒന്നും പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ വെറുതെ പൈസയും ടൈമും ഒന്നും കളയേണ്ട യാതൊരു കാര്യമില്ല. ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങിയിട്ട് പഠിച്ചാലും നിങ്ങൾ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യും. അപ്പോൾ എല്ലാവരും ആലോചിക്കുക, നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് വേണോ, നിങ്ങളുടെ ലക്ഷ്യം ഇത് തന്നെയാണോ എന്ന് നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ സിലബസ് നന്നായിട്ട് നോക്കുക. സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമോ, നിങ്ങളതിന് എല്ലാവർക്കും കവർ ചെയ്യാൻ പറ്റുന്ന സിലബസ് തന്നെയാണ്. പക്ഷെ നിങ്ങളതിന് എന്താ പറയുക, കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ കൺസിസ്റ്റന്റ്ലി നിങ്ങളതില് നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം
ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിപ്പറേഷൻ നന്നായി കൊണ്ടുപോകാൻ എല്ലാവർക്കും പറ്റട്ടെ. എല്ലാവർക്കും എന്താ പറയാ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ നല്ലൊരു റാങ്ക് നേടാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു എക്സ്പ്ലനേഷൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.